ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം സജീവമാവുകയാണ്. ഇന്നു മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പും വരുന്നുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി. ദിലിഷ തിലകനുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. ദിലിഷ, കഴിഞ്ഞ ഒരാഴ്ച മഴ ഏതാണ്ട് മാറി നിന്ന് കാര്യമായി വെയിലും ചൂടും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും കാലവർഷം സജീവമാകും അടുത്ത ദിവസങ്ങളിലെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് എങ്ങനെയാണ് വടക്കൻ കേരളത്തിലെ മുന്നറിയിപ്പ്? ഒപ്പം ഇന്നലെ രാത്രിയും പുലർച്ചെയും ഒക്കെ കാര്യമായ മഴയുണ്ടോ വടക്കൻ ജില്ലകളിൽ? ഗുഡ് മോർണിംഗ് ഗോകുൽ, പ്രവിത. നമുക്കറിയാം മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലെ കടുത്ത വേനലിന് ശേഷം കാലവർഷം എത്തിയപ്പോൾ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ സംസ്ഥാനത്ത് പ്രതീക്ഷിച്ച രീതിയിലുള്ള മഴ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വേനലിന് സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു. ഇടവിട്ട മഴ മാത്രമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു ഇടവേളയ്ക്ക് ശേഷം കാലവർഷം സജീവമാകുകയാണ് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുള്ളത്. ഇന്നു മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതിൽ വടക്കൻ കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെല്ലാം തന്നെ യെല്ലോ അലേർട്ടാണ് നൽകിയിട്ടുള്ളത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റന്നാൾ മുതൽ സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും എല്ലാം തന്നെ സാധ്യതയുണ്ട്. കരുതിയിരിക്കണം എന്ന് തന്നെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ വടക്കൻ കേരളത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് കൂടുതലായിട്ടുമുള്ളത്. വടക്കൻ കേരളത്തിൽ ശക്തമായ അതിതീവ്രമായ മഴ ലഭിക്കുമെന്ന് തന്നെയാണ്. മാത്രമല്ല, ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് അടക്കമുള്ളവർക്ക്, അവിടേക്ക് അടക്കം പോകുന്നവർക്കൊക്കെ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട്. മറ്റന്നാൾ മുതൽ അതിതീവ്ര മഴയാണ്, കരുതിയിരിക്കണം എന്നൊരു നിർദ്ദേശം ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വടക്കൻ കേരളത്തിൽ ഇടവിട്ട മഴ തന്നെയായിരുന്നു. മറ്റ് നാശനഷ്ടങ്ങളോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വല്ലപ്പോഴും ഇടവിട്ട ഒരു മഴ ലഭിക്കും. ഒരു മഴക്കാലത്തിന്റെ ഒരു പ്രതീതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഈ മഴ ലഭിക്കാതിരുന്നത് കാർഷിക മേഖലയെ അടക്കം വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കാലവർഷം ആരംഭിച്ചിട്ടും സംസ്ഥാനത്ത് പ്രതീക്ഷിച്ച മഴ ലഭിക്കാത്തത്, അത് ജൂൺ പകുതിയോടെ ഈ വയലുകളിൽ ഞാറ്റടി തയ്യാറാക്കി വിത്ത് പാകുന്ന കർഷകർ, അവർക്കൊക്കെ തന്നെ ഇത്തവണ ആവശ്യത്തിന് വെള്ളം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. കൃഷിപ്പണികൾ തുടങ്ങാനാകാത്ത അത്രയും പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് ലഭിക്കുന്നത്. ശരി, മൺസൂണിന്റെ ആദ്യ ആഴ്ചകളിൽ കാര്യമായി മഴ ലഭിച്ചില്ല കേരളത്തിൽ. പക്ഷേ ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ അങ്ങോട്ടേക്ക് തകർത്ത് പെയ്യുമെന്നതാണ് മുന്നറിയിപ്പുള്ളത്. ദിലിഷ തിലകനാണ് വിവരങ്ങൾ പങ്കുവച്ചത് കോഴിക്കോട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.